സാർ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ വന്നിട്ട് കാലം കുറച്ചായി. ഇപ്പം അവരെ ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ അയക്കണമെന്ന് പറഞ്ഞാൽ കുറേ കേസുകളൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീന പോകുമെന്ന് ചോദിച്ചാൽ പോകേണ്ടി വരുന്നുള്ള മട്ടിൽ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഇപ്പോൾ വിദേശകാര്യം നോക്കുന്ന തൗഹീദ് ഹുസൈൻ പറഞ്ഞിട്ടുണ്ട്. റോയിട്ടേഴ്സുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് തൗഹീദ് ഹുസൈൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കൈമാറ്റ ഉടമ്പടി, എക്സ്ട്രഡീഷൻ ട്രീറ്റി രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികളെ, കുറ്റവാളികളെ കൈമാറുന്ന ഉടമ്പടി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് മടങ്ങേണ്ടി വരും. അത് ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ വലിയ ക്ഷീണമായിരിക്കും എന്ന് തൗഹീദ് ഹുസൈൻ അഭിപ്രായപ്പെട്ടു. അവിടെ 2014 മുതൽ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് ഈ കൈമാറ്റ കരാർ, എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉണ്ട്. 2016 അതിൽ ഭേദഗതി വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രഡീഷൻ ട്രീറ്റി അവരുമായിട്ട് ഈ കൈമാറ്റ ഉടമ്പടി കരാർ ഒപ്പിട്ടതിൻ്റെ പ്രധാനപ്പെട്ടൊരു സംഗതി ഈ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെയുള്ള ഭീകരരുണ്ടല്ലോ, ടെററിസ്റ്റുകൾ, അവർ കൂടുതലും ബംഗ്ലാദേശിൽ ക്യാമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വിട്ടുകിട്ടുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ ഒപ്പിടുമ്പോൾ നമുക്കുണ്ടായത്. അവരെ സംബന്ധിച്ച് ജമാഅത്തെ ഉൽ മുജാഹിദീൻ ബംഗ്ലാദേശ് JMB എന്ന് പറഞ്ഞാൽ ഭീകര സംഘടനയുടെ ആളുകൾ ബംഗാളിലും അസമിലും വന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ തിരിച്ച് ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുക, നമുക്ക് വേണ്ടവരെ തിരിച്ച് കുറ്റവാളികളായിട്ട് നമുക്ക് മനസ്സിലായവരെ തിരിച്ച്, അങ്ങനെയാണ് 2015 ഈ അൽഫ എന്ന് പറഞ്ഞിട്ടുള്ള വടക്ക് കിഴക്കൻ ഭീകര സംഘടനയുണ്ടല്ലോ, അതിൻ്റെ നേതാവ് അനൂപ് ചേട്ടിയെ നമുക്ക് 2015 വിട്ടുകിട്ടുന്നത് ഈ കൈമാറ്റ ഉടമ്പടി കരാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ ആ കരാറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാഡിക്റ്റബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ കൈമാറി കൊടുക്കാവുന്ന വിധത്തിലുള്ള കുറ്റം അത് അതിലുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്ട്രാഡിക്റ്റബിൾ ഒഫൻസ്, അതായത് അപേക്ഷിക്കുന്ന രാജ്യം ഇന്നയാളെ വിട്ടുകിട്ടണം എന്ന് അപേക്ഷിക്കുന്ന രാജ്യത്തിന് അത് പറയാൻ, അങ്ങനെ കൈമാറി കൊടുക്കാവുന്ന കുറ്റമാണ് അയാൾ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറയണം. എക്സ്ട്രാഡിക്റ്റബിൾ ഒഫൻസ് അത് 1 വർഷം തടവ് കിട്ടുന്ന ശിക്ഷയാകാം കുറ്റം ചെയ്തത്. അത് ധനകാര്യ സംബന്ധിയായ കുറ്റമായിരിക്കാം. 2 രാജ്യങ്ങളിലും ശിക്ഷ നൽകാവുന്ന ഒരു കുറ്റം ആയിരിക്കാം. ഏതെങ്കിലും കുറ്റത്തിന് ഒത്താശ ചെയ്താലും മതി ഈ പ്രതിയെ കൈമാറാം എന്നുണ്ട്. ഈ കുറ്റം രാഷ്ട്രീയപരമാണെങ്കിൽ നിരസിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു വ്യവസ്ഥ. അതാണ് ഇപ്പോൾ ഇന്ത്യ വിട്ടുകിട്ടുമോ എന്നിപ്പോൾ സിനിജ് ചോദിച്ചില്ല, അതിൻ്റെ ഒരു ഉത്തരമായിട്ട് വരുന്നത്. ഇത് രാഷ്ട്രീയ ഒരു കുറ്റമാണ്, രാഷ്ട്രീയ തലത്തിലുള്ള സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഈ നിരസിക്കാവുന്ന വിധത്തിൽ ആ കുറ്റം കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ഇവർ കൊലപാതകം തുടങ്ങിയ കേസുകളൊക്കെയാണ് ഇപ്പോൾ ഇവർക്കെതിരെ, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചുമത്തിക്കൊണ്ടുവരുന്നത്. രാഷ്ട്രീയ കുറ്റമാണ് എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളത്, അത് ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. കൊലപാതകം തുടങ്ങിയതൊന്നും രാഷ്ട്രീയ കുറ്റമല്ല. സ്ഫോടക വസ്തുക്കൾ കയ്യിൽ വെക്കുന്നത് രാഷ്ട്രീയ കുറ്റമല്ല. സ്ഫോടനങ്ങൾ നടത്തുന്നത്, സ്ഫോടന പരമ്പര ഒക്കെ വേറൊരു രാജ്യത്തിൽ നടത്തുന്നത്, അതൊന്നും രാഷ്ട്രീയ കുറ്റമായിട്ട് കരുതാൻ പറ്റില്ല. അതുപോലെ ആളുകളെ റാഞ്ചി കൊണ്ടുപോയിട്ട് ബന്ദികളാക്കുന്നത്, അത് രാഷ്ട്രീയ കുറ്റമായിട്ട്, ഭീകര പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ കുറ്റമായിട്ടൊന്നും കരുതാൻ കഴിയില്ല. അപ്പോൾ ഹസീന ചെയ്ത കുറ്റങ്ങൾ രാഷ്ട്രീയമല്ല എന്നാണ് അവിടെ ഈ ഹസീനയുടെ ശത്രുക്കൾ, ഹസീന വിരുദ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ആദ്യത്തെ കുറ്റം തന്നെ ഒരു ഗ്രോസറി ഇല്ലേ, ഒരു ധാന്യ സംഭരണശാല ഉടമസ്ഥനെ കൊന്നു എന്നുള്ള കേസാണ്. അതൊരു കൊലക്കേസായിട്ടാണ് വന്നിരിക്കുന്നത്.
കൊല, ആളുകളുടെ തിരോധാനം, കാണാതാവുക, ചില ആളുകൾ കുറേ നാളായിട്ട് കാണാതിരിക്കുക, അങ്ങനത്തെ കുറ്റങ്ങളൊക്കെയാണ്. പിന്നെ പീഡനം. ഇപ്പോൾ 13-ാം തീയതി ഹസീനയ്ക്കെതിരെ ചുമത്തിയതാണ് ആ ധാന്യ സ്റ്റോറിൻ്റെ ഉടമയെ കൊന്നു എന്നുള്ള കേസ്. പോലീസ് വെടിവയ്പ്പിൽ ആണ് അയാൾ കൊല്ലപ്പെട്ടത്. അപ്പോൾ അത് ഇവർ ചെയ്ത കുറ്റമായിട്ടാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസ് വെടിവയ്പ്പിൽ ധാന്യ മിൽ ഉടമ കൊല്ലപ്പെട്ടത്. 2015 ഒരു അഭിഭാഷകനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് വേറൊരു കേസ് ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ 3-ാമത്തെ ഒരു കേസ് ഓഗസ്റ്റ് 15-ാം തീയതി കഴിഞ്ഞ ദിവസം, അത് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ, 3-ാമത്തെ ഒരു കേസ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതും കൊലക്കേസാണ്. അങ്ങനെ ഇപ്പോൾ 3 കേസ് അവരുടെ മേലെ ആയി. 3 കേസ്, അതിൽ 2 കൊലക്കേസാണ്, 1 കാണാതായ കേസുമാണ്. അപ്പോൾ 2016 ഈ എക്സ്ട്രഡീഷൻ ട്രീറ്റി, കൈമാറ്റ ഉടമ്പടി കരാർ ഭേദഗതി ചെയ്തപ്പോൾ 10(3) വകുപ്പ് ഭേദഗതി ചെയ്തപ്പോൾ തെളിവ് കൊടുക്കേണ്ടതില്ല ഈ കൈമാറാനായിട്ടേ. നിങ്ങൾ ആ തെളിവൊന്നും കൊടുക്കണ്ട എന്ന് ഭേദഗതി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാനഡ ചോദിക്കാറുണ്ടല്ലോ തെളിവ് താ നമ്മളോട് എന്ന് പറയുന്നത് പോലെ ബംഗ്ലാദേശുമായിട്ടുള്ള കരാറിൽ 2016 ഭേദഗതി 10(3) വകുപ്പ് ഭേദഗതി ചെയ്തപ്പോൾ തെളിവൊന്നും വേണ്ട, ഇങ്ങനൊരു കേസുണ്ട് കൈമാറണം എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതായത് അവിടുത്തെ കോടതി ഉണ്ടല്ലോ, അവിടുത്തെ നീതിന്യായ കോടതിയിൽ നിന്നൊരു അറസ്റ്റ് വാറണ്ട് ഉണ്ടായാൽ മാത്രം മതി കൈമാറാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. പിന്നെ നമുക്ക് നിരസിക്കാവുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ഒരു നല്ല മനസ്സ്, ഇൻ ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം എന്ന് മാത്രമേ അതിൻ്റെ അകത്ത് വ്യവസ്ഥ പറയുന്നുള്ളൂ. അല്ലാതെ വെറുതെ ഈ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായിട്ടല്ല, ഒരു ന്യായമായ ആവശ്യമാണ് ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് ഒരു ജെന്റിൽമാൻ ഡീൽ, ഒരു ഗുഡ് ദേ ആർ ആസ്കിങ് ഇൻ ഗുഡ് ഫെയ്ത്ത് കൈമാറാൻ പറയുന്നത് ഒരു നല്ല മനസ്സോടുകൂടിയാണ്. ശരിക്കും ഇവരവിടെ കുറ്റം ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരാളെ കൈമാറിയാൽ പോലും അതൊരു നല്ല അനുഭവം ആയിരിക്കില്ലല്ലോ അവരുടെ രാജ്യത്തേക്ക് അവർ ചെന്നാലുണ്ടാകുന്നത്. അതല്ല, അതുപോലെ തന്നെ ഈ പട്ടാള കുറ്റങ്ങൾ, ഇതൊന്നും ഇതിൻ്റെ അകത്ത് ഈ ഗുഡ് ഫെയ്ത്തിൽ വരുന്ന കാര്യങ്ങളായിട്ടൊന്നുമില്ല. മാത്രമല്ല ഈ പറഞ്ഞത് ശരിയാണ്, അവരവിടെ കുറ്റം ചെയ്തിട്ടുണ്ട്, അവിടെ വിചാരണ, കാരണം അവർ ഖലീദാസിയെ പിടിച്ച് ജയിലിലിട്ട് വളരെ കാലമായിട്ട് ജയിലിൽ കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഇവരെ പിടിച്ച് ജയിലിലിടണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. പാകിസ്ഥാനിൽ ഇപ്പോൾ ഇമ്രാൻഖാൻ ജയിലിലാണ്. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ ജയിലിലാണ്. ഒരു ISIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ആളെ പിടിച്ച് ഇപ്പോൾ ജയിലിലിടുന്നുണ്ട്. ആ ISIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ആളാണ് മുൻകൂട്ടി ഇമ്രാൻഖാൻ്റെ ഭാര്യയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അതവർ പ്രിമോണിഷൻ, അതായത് മുൻകൂട്ടി കാര്യങ്ങൾ പ്രവചിക്കുകയാണെന്ന് അവർ ഭാവിച്ചു കൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പാകിസ്ഥാനിലൊരു കേസ് ഇങ്ങനെ പൊട്ടി ഉയരുന്നുണ്ട്. അപ്പം നമ്മൾ ഏതായാലും ഇന്ത്യ ഈ സാഹചര്യത്തിൽ എന്തായാലും വിട്ടുകൊടുക്കും എന്നാരും കരുതുന്നില്ല. മാത്രമല്ല അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇപ്പോഴുള്ള അവിടുത്തെ ഭരണകൂടമായിട്ട് നല്ല ബന്ധത്തിൽ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചില വ്യാഖ്യാനങ്ങളിലൊക്കെ കാണുന്നുണ്ട്. വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പല വിദേശ പത്രങ്ങളിലുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അവരുമായിട്ട് നല്ല ബന്ധം നിർത്തി കച്ചവടമൊക്കെ വാണിജ്യമൊക്കെ നന്നായിട്ട് 2 രാഷ്ട്രങ്ങളും തമ്മിൽ കൊണ്ടുപോവുക. കാരണം ഇനിയാണല്ലോ ഈ മുഹമ്മദ് യൂനിസിൻ്റെ ഒരു താൽക്കാലിക ഭരണകൂടം, അത് കഴിഞ്ഞിട്ടാണല്ലോ യഥാർത്ഥ ഭരണകൂടം വരാനല്ലോ. ഇപ്പം അത്യാവശ്യം സമാധാനത്തിലേക്ക്. പക്ഷേ ഇപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യത്തേക്ക് പോകാൻ ഇവർക്ക് അഭയകേന്ദ്രങ്ങളൊന്നും കിട്ടുന്നുമില്ല. ഇന്ത്യയെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കേണ്ടിയും വരുന്നു. ഇന്ത്യക്ക് മേൽ സമ്മർദ്ദവും കൂടെ ചെലുത്തപ്പെട്ടാൽ ഇന്ത്യ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവോ? ഇന്ത്യ തൽക്കാലം അതിൽ ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യില്ല. പക്ഷെ അതേസമയം അവരിവിടെ ഈ സ്ഥിരമായി കഴിയുന്നത് പലതരത്തിൽ അവർക്കും നല്ലതല്ല, നമുക്കും നല്ലതല്ല. നമ്മളൊരു താൽക്കാലിക, അതായത്
അത് ഇതിൻ്റെ രാജ്യാന്തര നിയമം തന്നെ ആദ്യമായിട്ട് എവിടെയാണോ ചെല്ലുന്നത് അവിടെ അഭയം ചോദിക്കുക. അങ്ങനെയാണ് അതിൻ്റെ നിയമം. അതാണ് ബ്രിട്ടൻ അന്ന് കൈയൊഴിഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ചതും. നിങ്ങൾ ആദ്യം ഇങ്ങോട്ടല്ലല്ലോ വരുന്നത്, വന്നിട്ട് ചോദിക്കുന്നതല്ല. നിങ്ങൾ ഇന്ത്യയിൽ ചെന്നു, അപ്പോൾ അവിടെ തന്നെ അഭയം ചോദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞിട്ട് ഒഴിയുകയാണ് ചെയ്തത്. കാരണം പുതിയ പുലിവാലുകളൊന്നും എടുത്തു വെക്കാനായിട്ട് ഇപ്പോൾ ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങളൊന്നും, ഒന്നാമത് ഈ ഉക്രൈൻ, മറ്റേ ഇസ്രയേൽ, ഹമാസ്, ഇങ്ങനെ ആകെ ഒരു രാജ്യാന്തര ടെൻഷൻ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പുലിവാലുകൾ എടുത്തു വെക്കാതിരിക്കുന്നത്. പിന്നെ പല രാജ്യങ്ങളുടെ പേര് കേട്ടിരുന്നതാണ് പല സ്ഥലത്തേക്ക്. പക്ഷേ ഇതൊന്നും പെട്ടെന്ന് സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ ഹസീനയുടെ കാര്യത്തിൽ നടന്നിട്ടില്ല. ദുബായിലേക്ക് ആണ് അവർ പോവുക എന്നുള്ളതാണ് അവസാനം കേട്ടത്. പക്ഷേ അതും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണെങ്കിൽ രഹസ്യമായിട്ട് പാർപ്പിക്കണമല്ലോ ഒരാളെ. മുമ്പ് വരദരാജ പെരുമാളെ പാർപ്പിച്ചതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ പറഞ്ഞതാണ്. അത് ഒരുപാട് കോടികൾ ചെലവ് വരുന്ന പരിപാടിയാണ് ഈ താമസിപ്പിക്കുക എന്നുള്ളത്. അതിന് പുറമെയാണ് ഈ നയതന്ത്ര പ്രശ്നങ്ങൾ, അങ്ങനെ താമസിപ്പിക്കുന്നത് കൊണ്ടുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ.